ഉപ്പ അലി എന്നും ഉമ്മ ഹസൻ എന്നും നാട്ടുകാർ അലസൻ എന്നും വിളിക്കുന്ന അലി ഹസൻ തന്റെ 52ാമത്തെ വയസ്സിൽ അയാളോളം പ്രായമുള്ള പ്രണയവുമായി മരിച്ചു. പൂച്ചകൾക്കുള്ള മീനും ചോറും തങ്ങളുടെ പാത്രങ്ങളാക്കി വെച്ചതിന് ശേഷമാണ് അലസൻ അന്നും കഞ്ഞി കുടിച്ചത്. 151 പേജുകളിലുള്ള ചെറിയ പ്രണയ നോവലാണ് മുഹമ്മദ് അബ്ബാസിന്റെ ഹലീമ. താൻ നിശബ്ദരായി കേട്ടു നിന്നിട്ടുള്ള മനുഷ്യരെയൊക്കെ അടയാളപ്പെടുത്താതെ കടന്നു പോകാൻ തനിക്കാവില്ല എന്നാണ് ഹലീമയെ കുറിച്ച് അബ്ബാസിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കണ്ടിൽ നിന്ന് നടിച്ചാലും അലസന്റെ നിസ്സഹായതയും ഏകാന്തതയും പ്രണയവും വായനക്കാരന്റെ കണ്ണു നിറയ്ക്കുകയാണ്. ആവോളം സ്നേഹം നിറച്ച് സൂറത്ത അലസന് ചോറ് വിളമ്പുമ്പോഴും ഒരിക്കലും പിടിതരാതെ അൻവർ നോവലിൽ ചുറ്റിത്തിരിയുമ്പോഴും തന്റെ മകനോട് ചെയ്തു പോയ അപരാധത്തിന് അവസാന നാളിൽ വേദനിച്ച് കഴിയേണ്ടി വരുന്ന വടവൃക്ഷമായ ചേക്കുട്ടി ഹാജിയാരും ഒക്കെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകൾ പോലെ നമുക്ക് പരിചയമുള്ള മനുഷ്യരെ പോലെ നോവലിലെ കഥാപാത്രങ്ങളായി നിറയുകയാണ്. സമൂഹം എത്ര പുരോഗമിച്ചാലും ഒസാത്തിയായതിന്റെ പേരിൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങളും നിന്ദനങ്ങളും തനിക്കൊപ്പം കിടന്നിറങ്ങുന്ന ഉമ്മയുടെ നെടുവീർപ്പിൽ നിന്ന് ഹലീമ മനസ്സിലാക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ അലസനെ സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ വേദനയിലാണ് ഹലീമയും ജീവിച്ചു തീർക്കുന്നത്. ഇത് സ്നേഹത്തിന്റെ കഥയാണ്. അടിമുടി പൂത്തുലയുന്ന ഭാഷ കൊണ്ട് ശക്തി ആർജിക്കുന്ന സ്നേഹത്തിന്റെ കഥ. ഷോലകരങ്ങാടിയിൽ പാടി നടക്കുന്ന സത്യസന്ധരായ മനുഷ്യർ സൂക്ഷിക്കുന്ന ഹൃദയസ്പർശിയായ സ്നേഹത്തിന്റെ കഥയാണ് ഹലീമ.